കുടുംബാംഗത്തെ പോലെയാണ് പല കുടുംബങ്ങളിലും ഇന്ന് നായയെ കാണുന്നത്. ഒരു നായയുടെ വിശ്വസ്തമായ പെരുമാറ്റത്തിൽ നിന്ന് നിരവധി കാര്യങ്ങൾ മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം സ്വാർത്ഥതയ്ക്കായി മറ്റുള്ളവരുടെ സന്തോഷം നശിപ്പിക്കുന്ന വ്യക്തി ഒരു നായയിൽ നിന്ന് ജീവിതപാഠം പഠിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. നായ്ക്കൾ തങ്ങൾക്ക് കിട്ടുന്നതിൽ സംതൃപ്തരാണ്. അവ വളരെ സന്തോഷത്തോടെ അവർക്ക് കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നു. നായ്ക്കളുടെ ഈ ഗുണം ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നതിൽ സംതൃപ്തരായിരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ബഹുമാനിക്കണം. ഒരു നായയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഉറക്കത്തിലായിരിക്കുമ്പോൾ പോലും ഒരു ചെറിയ ശബ്ദം കേട്ടാലുടൻ അത് ഉണരും എന്നതാണ്. ഈ ഗുണം നമ്മെ നമ്മുടെ ജോലിയിൽ എപ്പോഴും ജാഗ്രതയും ശ്രദ്ധയും പുലർത്താൻ പഠിപ്പിക്കുന്നു. നമ്മൾ വിശ്രമിക്കുമ്പോൾ പോലും നമ്മുടെ ലക്ഷ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും മനസ്സിൽ സൂക്ഷിക്കണം. ജീവിതത്തിലെ ഏത് വെല്ലുവിളിക്കും തയ്യാറെടുക്കുക എന്നതാണ് വിജയത്തിൻ്റെ താക്കോൽ. നായ്ക്കൾ അവയുടെ ഉടമസ്ഥരോട് വളരെ വിശ്വസ്തരാണ്. അവ അവയുടെ ഉടമസ്ഥരെ സംരക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തുന്നു. ഈ ഗുണം നമ്മെ നമ്മുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും വിശ്വസ്തരായിരിക്കാൻ പഠിപ്പിക്കുന്നു. നമുക്ക് നല്ലത് ചെയ്യുന്നവരോട് നാം എപ്പോഴും നന്ദിയുള്ളവരും സത്യസന്ധരുമായിരിക്കണം. അതുപോലെ ഒരു വ്യക്തി താൻ ചെയ്യുന്ന ജോലിയോട് വിശ്വസ്തത പുലർത്തണം. ആരെയും വഞ്ചിക്കരുത്. മനുഷ്യർ നായകളിൽ നിന്നാണ് നിർഭയത്വത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഗുണങ്ങൾ പഠിക്കേണ്ടത്. ഒരു നായ തൻ്റെ ഉടമയെ ഉപദ്രവിക്കുന്ന ആരെയും ധൈര്യത്തോടെ നേരിടും. അത് തൻ്റെ ജീവൻ പണയപ്പെടുത്തി ഉടമയെ സംരക്ഷിക്കും. ഒരു വ്യക്തി എപ്പോഴും നിർഭയനായിരിക്കണം. അങ്ങനെ അയാൾക്ക് ബുദ്ധിമുട്ടുകളെ ധൈര്യത്തോടെ നേരിടാൻ കഴിയും. കൂടാതെ നമ്മുടെ ലക്ഷ്യങ്ങളും തത്വങ്ങളും സംരക്ഷിക്കാൻ നാം നിർഭയരായി നിലകൊള്ളണമെന്ന് ഈ ഗുണം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ അനീതിയെ എതിർക്കാൻ ഒരു അവസരമുണ്ടാകുമ്പോൾ നാം അതിനെ ധൈര്യത്തോടെ നേരിടണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ഒന്നിനും സമയം തികയാത്തവർക്ക് ചാണക്യൻ നൽകുന്ന വിലപ്പെട്ട ഉപദേശമാണിത്. ജോലിത്തിരക്ക് കാരണം സമയം തികയുന്നില്ല എന്ന പരാതിയില്ലാത്തവർ ചുരുക്കമാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന അതേ സമയം കൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നവരെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടാറുമുണ്ട്. സമയം ഇല്ലാത്തതല്ല, അത് കൈകാര്യം ചെയ്യുന്നതിലെ പ്രശ്നമാണ് മിക്ക ആളുകൾക്കും തിരക്ക് നൽകുന്നത്. പ്രാചീന ഭാരതീയ തത്വചിന്തകനായ ചാണക്യൻ ജോലി മുൻഗണനാക്രമത്തിൽ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതും നേട്ടങ്ങൾ നൽകുന്നതുമായ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുന്നു. മുൻഗണനാ സംവിധാനം നടപ്പാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നേടാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും കഴിയും. മുൻഗണനയും പ്രാധാന്യവും അടിസ്ഥാനമാക്കി ചുമതലകൾ വിലയിരുത്താൻ ചാണക്യൻ നിർദ്ദേശിക്കുന്നു. അത്യാവശ്യ ശ്രദ്ധ ആവശ്യമുള്ളതും പിന്നീടത്തേക്ക് മാറ്റിവെക്കാവുന്നതുമായ ജോലികൾ തിരിച്ചറിയാൻ ഈ സമീപനം സഹായിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് അനാവശ്യ സമ്മർദ്ദം ഒഴിവാക്കാനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താനും കഴിയും. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ജോലികൾക്കും തുല്യമൂല്യമില്ല. അടിയന്തര ജോലികളും പ്രധാനപ്പെട്ടവയും തമ്മിൽ വേർതിരിച്ചറിയാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. അടിയന്തര ജോലികൾ അടിയന്തര നടപടി ആവശ്യപ്പെടുന്ന അതേസമയം പ്രധാനപ്പെട്ട ജോലികൾ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് സംഭാവന നൽകുന്നു. പ്രധാനപ്പെട്ട ജോലികളിൽ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് സ്ഥിരമായ പുരോഗതി കൈവരിക്കാൻ കഴിയും. വെറുതെ സമയം ചിലവഴിക്കേണ്ടി വരുന്ന താരതമ്യേന കുറഞ്ഞ നേട്ടങ്ങളുള്ള നിർണായകമല്ലാത്ത പ്രവർത്തനങ്ങളിൽ അകപ്പെടുക എന്ന പൊതുവായ അപകടത്തെ ഈ രീതി തടയുന്നു. ചാണക്യൻ്റെ ഉപദേശം പ്രാവർത്തികമാക്കാൻ ചെയ്യേണ്ട എല്ലാ ജോലികളും ലിസ്റ്റ് ചെയ്തുകൊണ്ട് ആരംഭിക്കുക. അടിയന്തരതയുടെയും പ്രാധാന്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവയെ തരംതിരിക്കുക. ഓരോ ജോലിക്കും അതിൻ്റേതായ മുൻഗണന അനുസരിച്ച് സമയം അനുവദിക്കുക. ഈ ഘടനാപരമായ സമീപനം ശ്രദ്ധ നിലനിർത്തുന്നതിനും ആവശ്യമുള്ള ഫലങ്ങൾ കാര്യക്ഷമമായി കൈവരിക്കുന്നതിനും സഹായിക്കുന്നു. മുൻഗണനകൾ പതിവായി അവലോകനം ചെയ്യുകയും
ക്രമീകരിക്കുകയും ചെയ്യുന്നതും നിർണായകമാണ്. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മുൻഗണനകളും മാറുന്നു. അവയുമായി പൊരുത്തപ്പെടുത്താൻ കഴിയുന്നത് വ്യക്തിഗതം അല്ലെങ്കിൽ പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പ്രധാനമാണ്. മുൻഗണനാ രീതിയുടെ പ്രയോജനങ്ങൾ. മുൻഗണനാ വ്യവസ്ഥയിൽ ജോലികൾ ചെയ്യുന്നത് സമ്മർദ്ദം കുറയ്ക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങളിലേക്ക് നയിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു നേട്ടവും സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയും. അതോടൊപ്പം സമയക്കുറവ് അനുഭവപ്പെടുകയുമില്ല. ആധുനിക കാലത്തെ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രായോഗിക മാർഗനിർദ്ദേശം നൽകുന്ന ചാണക്യൻ്റെ അറിവുകൾ ഇന്നും പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ സ്വീകരിക്കുന്നത് മെച്ചപ്പെട്ട തീരുമാനങ്ങളിലേക്കും കൂടുതൽ സംതൃപ്തമായ ജീവിതത്തിലേക്കും നമ്മെ നയിക്കും.